TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ 2015 നവംബർ 20 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന് സെയിന്റ് ആന്റണീസ് ബിൽഡിംഗ്, പെട്രോൾ പമ്പിന് സമീപം. അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പലതും ആരംഭത്തിൽ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും പിന്നീട് നമുക്ക് ഉള്ള മുഴുവൻ ആഗ്രഹം, നമ്മുടെ വിഷൻ, നമ്മുടെ മക്കൾ നമ്മളെക്കാളും മെച്ചപ്പെട്ടവരായിരിക്കണം. മാത്രമല്ല, നമ്മുടെ മക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ അപ്പനമ്മമാർ മക്കളെ വഴക്ക് പറയുന്നത്, അപ്പനമ്മമാർ മക്കളെ ശകാരിക്കുന്നത്. കാര്യം അവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ദാറ്റ് ദെയർ ചിൽഡ്രൻ ഷുഡ് എക്സൽ. അവർ നല്ല നിലയിലെത്തണം, അവർ നമ്മളെക്കാളും ബെസ്റ്റ് നിലയിൽ എത്തണം. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ദോഷികളായ നിങ്ങളുടെ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം അധികം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വാസ്തവത്തിൽ വന്നത് ദൈവം ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനായിട്ടല്ല, മറിച്ച് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവിക സ്വഭാവത്താൽ നിറഞ്ഞാൽ തന്നാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് തെളിയിക്കാനാണ് പ്രാക്ടിക്കൽ ലൈഫ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ താൻ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ആ 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ പലരും വന്ന് യേശുവിനോട് ചോദിച്ചു, ഈ പ്രവൃത്തി ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്നാ ചെയ്യണം? യേശുവിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു മറുപടി, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. സോ യേശുക്രിസ്തു ആ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ അവർ ഉടനെ തിരിച്ചു ചോദിച്ചത് എന്ത് അടയാളം കൂടെ കാണിക്കും, മറിച്ച് അവർ അതുപോലെ അങ്ങ് വിശ്വസിച്ചാൽ മതിയായിരുന്നു. യേശുവിൻ്റെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ രക്ഷിക്കപ്പെടണം. ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ യേശുവിനെ ക്ഷണിക്കണം, പാപങ്ങൾ മോചിക്കപ്പെടും. ഇതെല്ലാം ഒരു റിലീജിയസ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന അനുഭവം, പത്രോസിൻ്റെ ലേഖനം പറയാം, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ്. കർത്താവിൻ്റെ അതേ നേച്ചർ, ദ പവർ, ദ സെയിം ഗ്ലോറി ഓഫ് ഗോഡ് നമ്മളിൽ വരിക ചെയ്യുന്നത്. അതിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങൾ ദൈവവചനം ശ്രവിക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ മനസ്സൊന്ന് രൂപാന്തരം പ്രാപിച്ച്, ഇറ്റ് ഈസ് ടു ഗോ ഇൻ ടു ദ ഫുൾനെസ് ഫോർ വാട്ട് ഗോഡ് ഹാസ് കോൾഡ് അസ്. യേശുവിൻ്റെ പരസ്യ കാല ശുശ്രൂഷയിൽ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, ഇൻ ദാറ്റ് അവർ ജീസസ് റിജോയ്സ്ഡ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് സെഡ്, ഐ താങ്ക് യു ഫാദർ, Lord of heaven and earth, that you have hidden these things from the wise and prudent and revealed them to the babes. യേശു ആത്മാവിൽ സന്തോഷിച്ചു. ഇതിൻ്റെ മെസ്സേജ് ബൈബിളിലും ഇതിൻ്റെ ആംപ്ലിഫൈഡ് ബൈബിളിലൊക്കെ പറയുന്നത് യേശു ആർത്തു വിളിച്ച് തുള്ളിച്ചാടി സന്തോഷിച്ചു. യേശുവിന് ഇത്രയും തുള്ളിച്ചാടുന്ന സന്തോഷം വരാൻ കാരണം എന്താ? മാത്രമല്ല, യേശു അത് കഴിഞ്ഞ് പറയുന്ന, പിതാവേ, നീ ജ്ഞാനികൾക്ക് പോലും മറച്ചു വെച്ച് ഈ ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. എന്താ ഈ കാര്യം? യേശുവിന് ഡാൻസ് ചെയ്യുവാൻ തക്കവണ്ണം, യേശു അങ്ങ് ആർത്ത് വിളിക്കാൻ തക്കവണ്ണം, വാട്ട് ഹാപ്പൻഡ്? വൈ ആർ യു ഡാൻസിങ് ജീസസ്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ യേശു 2 പേരായി ഗ്രാമങ്ങളിൽ വിട്ടു. അവർക്കൊരു ടെമ്പററി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ടെമ്പററി അതോറിറ്റി റിലീസ് ചെയ്തു. നിങ്ങൾ പോകുന്ന ഗ്രാമങ്ങളിൽ ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ എഴുന്നേൽപ്പിക്കണം, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്തു. ഭവനങ്ങളിൽ പോകണം.
ഇത് പറഞ്ഞ് റിപ്പോർട്ടുമായിട്ട് തിരിച്ചു വരുന്ന ആ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ തിരിച്ചു വന്നിട്ട് പറയാ, ആൻഡ് ദ 70 റിട്ടേൺഡ് വിത്ത് ജോയ്, ലോർഡ് ഈവൻ ഡെമൺസ് ആർ സബ്ജക്റ്റഡ് ടു അസ് ഇൻ യുവർ നെയിം. ആ 70 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്നു. അവർ അതിനേക്കാളും എക്സൈറ്റഡ്. അവർ ഓടി വന്ന് പറയാം, യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. നമുക്ക് ഉപയോഗിക്കുന്ന പദം അങ്ങയുടെ നാമത്തിൽ ഭൂതം അങ്ങയ്ക്ക് കീഴ്പ്പെടുന്നു എന്നല്ല, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് 70 എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാർ മാത്രമല്ല, യേശു ഡെലിഗേറ്റ് ചെയ്ത ആ മുഴുവൻ പേരും തിരിച്ചു വന്ന് പറയുന്ന ഒരു അനുഭവമാണ്. സന്തോഷത്തോടെ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിൻ്റെ ഒരു നിവർത്തീകരണം താൻ ഈ ഭൂമിയിൽ തന്നെ നടക്കുമ്പോൾ കണ്ടപ്പോൾ യേശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദാറ്റ് ഈസ് ദ മൈൻഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ മനസ്സെന്താണെന്ന് ചോദിച്ചാൽ, താൻ ചെയ്തത് നമ്മളെല്ലാവരും ചെയ്യണം, അതിലധികമായി ചെയ്യണം. കാരണം താൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയി ഇരിക്കുന്നത് കൊണ്ട് ദാറ്റ് പവർഫുൾ ഇൻ്റർസെഷൻ, ദാറ്റ് പവർഫുൾ ഗ്ലോറി, ഇന്ന് മഹത്വത്തിൻ്റെ അഥവാ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ അതേ ഗ്ലോറിയിലും അതേ പവറിലും നിങ്ങളെയും എന്നെയും ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഒരു കരഞ്ഞുകൂവി കർത്താവെ സഹായിക്കണേ എന്ന് പറഞ്ഞ് സഹായിക്കത്തില്ല എന്നല്ല, എന്നാൽ കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങളും ഞാനും യേശു എങ്ങനെയാണോ ഭൂമിയിൽ നടന്നത്, അധികാരത്തോടെയും ശക്തിയോടെയും ദിവ്യ സ്വഭാവത്തോടെയും നടക്കുന്ന അതുപോലെ തന്നെ നടക്കുമ്പോൾ ഐ ബിലീവ് ജീസസ് വിൽ ഡാൻസ് ഇൻ ഹെവൻ വൺസ് അഗെയിൻ, ബിക്കോസ് ഇറ്റ് ഈസ് ദ സെയിം മാൻഡേറ്റ്, സെയിം അതോറിറ്റി, സെയിം പവർ. യേശു ആ ശിഷ്യന്മാരുടെ സന്തോഷം കണ്ട് ഹീ ഈസ് ഡാൻസിങ് ആൻഡ് റിജോയ്സിങ്. ഒന്ന് എൻ്റെ കൂടെ പറയാമോ? എല്ലാ സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കാൽച്ചോട്ടിലാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, എല്ലാ സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കാൽച്ചോട്ടിലാണ്. പോരാ, നല്ല ഉറച്ചൊന്ന് പറഞ്ഞേ, എല്ലാ സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കാൽച്ചോട്ടിലാണ്. ഈ പറഞ്ഞതാ വസ്തുതയാണ്, ഈ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൊട്ട് താഴെ ഈ സന്തോഷിച്ച് വന്നവരോട് പറയാണ്, ബിഹോൾഡ് ഐ സോ സൈറ്റൻ ഫോൾ ലൈക്ക് ലൈറ്റ്നിങ്. സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നതായി ഞാൻ കണ്ടു. യേശു പ്രവചിക്കുക, നടക്കാൻ പോകുന്ന ഒരു കാര്യം, താൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, യേശു ചെയ്യാൻ പോകുന്ന കാര്യം ഹീസ് പ്രൊഫസൈങ്. എന്താ താൻ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. സാത്താനെ സർവ്വ ആയുധങ്ങളെയും നിർവീര്യമാക്കി. ആൻഡ് ഹി ഡിസാം ദ പ്രിൻസിപ്പാലിറ്റീസ്. കൊലോഷ്യർ 2:15 അവൻ പൂർണ്ണ നിർവീര്യമാക്കി, ഡിഫീറ്റ് ചെയ്ത് പരസ്യകോലമാക്കും. ഞാനത് ചെയ്യും. ഐ വിൽ ഫിനിഷ് ദാറ്റ് പ്രഷ്യസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ അധികാരം തരുന്നു. യു ആർ ഗോയിങ് ടു എക്സ്റ്റെൻഡ് ഓർ കണ്ടിന്യൂ what I started to do on this earth. It is his desire. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നിങ്ങളും ഞാനും ഈ തിരിച്ചറിവുണ്ടായി സാഹചര്യങ്ങളുടെ മേലും ചലഞ്ചസിൻ്റെ മേലും അതിൻ്റെ മേലൊരു പൂർണ്ണ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കി. ദാറ്റ് വി ഹാവ് ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ്. അതാ ദിവ്യ സമാധാനം, സർവ്വബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്ന് പറഞ്ഞാൽ ഐ ആം ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഞാൻ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊന്നും ഒരിക്കലും ഒരു ഹാനി എനിക്ക് വരുത്തത്തില്ല. ഒന്ന് ഉറക്കെ ഒന്ന് പറയാമോ? എൻ്റെ കൂടെ ശബ്ദം ഉയർത്തി യേശു പറഞ്ഞ വാക്ക് എടുത്ത് പറയാൻ പോകുന്നത്, യാതൊന്നും ഒരിക്കലും ഒരു ഹാനിയും എനിക്ക് വരുത്തത്തില്ല. ഒന്നുകൂടെ പറഞ്ഞേ, യാതൊന്നും ഒരിക്കലും ഒരു ഹാനിയും എനിക്ക് വരുത്തത്തില്ല. എൻ്റെ കാരണം എൻ്റെ അകത്തിരിക്കുന്നവൻ, എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നേരിടാൻ പോകുന്ന ഏത് വിഷയത്തെക്കാളും യു ആർ പവർഫുൾ ആൻഡ് എവറിഥിങ് ഈസ് അണ്ടർ യുവർ ഫീറ്റ്.
നിങ്ങളുടെയും എൻ്റെയും കാൽ ചവിട്ടിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഈ സത്യം ഇതാണെങ്കിലും പലപ്പോഴും നമ്മൾ പത്രോസിനെ പോലെയാണ്. പത്രോസിനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും അവർ യാത്രയുടെ ഇടയിൽ ഒരു അത്തിയെ കണ്ടു. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു അനുഭവമാണ്. ആ പോകുന്ന സമയത്ത് ആ അത്തിയെ കണ്ടു, ഫലം അന്വേഷിച്ചു, ഫലം കണ്ടില്ല. യേശു പറഞ്ഞു ഈ അത്തിയിൽ നിന്നും ഇനി ഫലം ഉണ്ടാകത്തില്ല. യേശു പറഞ്ഞ വാക്ക് അവിടെ ആ സമയത്ത് ഇൻസ്റ്റൻ്റായിട്ട് കാര്യം നടന്നില്ല. എൻ്റെ വിശ്വാസം പത്രോസിന് അന്ന് രാത്രി ഉറക്കം വന്നിട്ടില്ല. ഈ പടകും വലയൊക്കെ എടുത്തത് വിട്ടേച്ച് വന്നത് ശരിയായോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ കുരുടനെ തൊട്ടപ്പോൾ സൗഖ്യമായി, മുടന്തൻ ചാടി എഴുന്നേറ്റു, കിടക്കെടുത്ത് ഒരാൾ ഓടി കടലിൽ നടന്നു. ഇൻസ്റ്റൻ്റ് അത്ഭുതം കണ്ടിട്ട് ഇൻസ്റ്റൻ്റായി പറഞ്ഞു അത്ഭുതം നടന്നിട്ട് ഈ അത്തിവൃക്ഷത്തിന് ഒരു അനക്കവുമില്ല. അതിൻ്റെ ഇല അതുപോലെ പച്ച ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ടാണ് തൊട്ട് താഴെ മർക്കോസ് സുവിശേഷത്തിൽ പറയാം, പിറ്റേന്നാൾ അവർ മടങ്ങി വരുമ്പോൾ വേറെ ആർക്കും ഡൗട്ടില്ല. പത്രോസ് ഞാൻ വിശ്വസിക്കുന്ന തിരിഞ്ഞ് നോക്കുമായിരുന്നു, പോകുന്നുണ്ടോ മാറിയോ. പത്രോസ് വളരെ സന്തോഷത്തോടെ വരാം, രബി ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിയിരിക്കുന്നു. ഓഹ്, അപ്പോഴാണ് ഒരു ആശ്വാസമായ. പലപ്പോഴും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് മാറട്ടെ എന്ന് പറയുമ്പോൾ അവിടെ അത്തിവൃക്ഷം ആ പച്ച ഇല ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നടന്നില്ല. പക്ഷേ ഓർത്തോണം, അത് വേരോടെ ഉണങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ കാണുന്ന ആരോ പ്രാർത്ഥിച്ചിട്ടും കൽപ്പിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, എന്താ ഈ കാര്യം എന്ന് സംശയിച്ച് ആരും ഇരിപ്പുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, എൻ്റെ യേശു ഇല ഞുള്ളിക്കളയുന്നവനല്ല, വേരോടെ ആ പ്രശ്നം കളയുന്നവനാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംതിങ് സൂപ്പർ നാച്ചുറൽ ഈസ് ഹാപ്പനിങ്. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ ചെറിയ ഡോസായിട്ട് മാറ്റാനല്ല കർത്താവിൻ്റെ ആഗ്രഹം, ടു ഡിസ്ട്രോയ് ഇറ്റ് ഫ്രം ദ റൂട്ട്സ്. സാമ്പത്തിക കടബാധ്യതയായിരിക്കാം, ശാരീരികമായ ചില അസ്വസ്ഥത, അതിൻ്റെ സിംറ്റംസ് കാണുമായിരിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറാത്ത ഒരു രോഗം പോലുമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതേ മാറാത്ത സാഹചര്യങ്ങളുമില്ല. 100% ഐ എം ഷുവർ ഓഫ് ജീസസ്. അപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെയാണ് സൗഖ്യങ്ങൾ പറഞ്ഞ ഉടനെ സൗഖ്യങ്ങളെല്ലാം നടക്കണമായിരുന്നല്ലോ. നടക്കും ഇഫ് സമ്മൺ ഡസ് നോട്ട് ഗിവ് ഇറ്റ് അപ്പ്. ഈ ഇലകൾ ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ ഉള്ളിൽ സംശയം, ഇതെന്നാ മാറാത്തത്? രോഗം പോയിരിക്കുക, അതിൻ്റെ സിംറ്റംസാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ ഒന്ന് ചഞ്ചലിപ്പിക്കാൻ. പക്ഷേ ഹൃദയത്തിലൊരു കാര്യം ഉറപ്പിച്ചോണം, യേശു പറഞ്ഞൊരു വാക്കാണോ അത് അതുപോലെ തന്നെയാണ്. അതാ യേശു തൊട്ട് താഴെ പറഞ്ഞ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ താൻ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. ഇഫ് യു സേ ആൻഡ് യു ബിലീവ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ആ ഉറപ്പ്, ദാറ്റ് ഐ ആം വാക്കിംഗ് ഇൻ ദ ഫുൾനെസ് ഓഫ് ഗോഡ്, ആ മച്യൂരിറ്റി മാത്രമല്ല, ഈ നിരാശ എന്ന് പറയുന്ന സാധനം, ഭയം എന്ന് പറയുന്നത് എല്ലാം ദുഷ്ടൻ്റെ ഒരു തന്ത്രം. അതാ വീണ്ടും നാം ഭയപ്പെടേണ്ട ഇതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിൻ്റെ ആത്മാവ്. റോമൻസ് 8:14 എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രഹത്തിൽ വസിക്കുന്ന ഒരു മകനാണ്, ഞാൻ യാചകനല്ല, ഞാൻ മകനാണ്. അതുകൊണ്ട് എൻ്റെ അവകാശമാണ് ഈ ഗ്രഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അത് ഞാൻ അറിയുകയും ആ അതോറിറ്റിയിലും ആ സമാധാനത്തിലും ആ ഉറപ്പിലും നടക്കുമ്പോൾ യേശു സ്വർഗത്തിൽ ആത്മാവിൽ സന്തോഷിച്ചിട്ട് പറയും, ജ്ഞാനികൾക്ക് ഇത് വലിയ ഇതിൻ്റെ എന്നാ പറയുന്നത്, അങ്ങ് മൈന്യൂട്ട് തിയോളജി പഠിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ഗുണം കാണത്തില്ല. പക്ഷേ യേശുവിൻ്റെ വാക്ക് അന്ധതയോടെ, എന്ന് വെച്ചാൽ ബ്ലൈൻഡ് ഫെയ്ത്ത്, കർത്താവേ അങ്ങ് പറഞ്ഞോ അത് നടക്കും. പത്രോസ് പറഞ്ഞ പോലെ അങ്ങയുടെ വാക്കിനാൽ, എനിക്ക് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഗലീല കടലിൽ ഒരൊറ്റ മീൻ പോലും കിട്ടത്തില്ല, ഇത് അതിൻ്റെ ടൈമല്ല, ഇതിൻ്റെ സീസൺ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഗുരു അങ്ങയുടെ വാക്കിനാൽ ഞാൻ ഇടാൻ പോവാം. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വാക്കിൽ ആശ്രയിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ
നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ദം. അവരെ ആർക്കും തടയുവാനോ നിർത്താനോ പറ്റത്തില്ല. എപ്പോഴത്തെയും ചലഞ്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടത് നടന്നില്ലല്ലോ, എന്നാലും അത് താമസിക്കുന്നുവല്ലോ. ഐ ടെൽ യു സംതിങ്, താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് പുറമെയല്ല, വേര് അദൃശ്യമായ ലോകത്തിൽ സംതിങ് ഈസ് ഹാപ്പനിങ്. യേശു ആ വേര് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബി കോൺഫിഡൻറ്റ് ഇൻ ജീസസ്. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം ഒരു കാര്യം മനസ്സിലാക്കണം. യേശു ഈ ഭൂമിയിൽ നടന്നപ്പോൾ സാത്താൻ്റെ പ്രവർത്തികളെ, അഥവാ ദുഷ്ടനാണ് കൊല്ലാനും അറക്കാനും മുടിക്കാനും വരുന്ന ഒരു മതമല്ല. ഒരു മതവും തെറ്റായ പഠിപ്പീരുകൾ പഠിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തല്ല് ഒന്നും പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും മനുഷ്യൻ നന്നാകാനായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് പീപ്പിൾ ടേക്ക് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. എന്നാൽ ഇവിടെ നോക്കിക്കേ, യേശു ക്രിസ്തു തൻ്റെ ആ പരസ്യ ലോകത്തിൽ പറയുക, ഈ അടി വഴക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് മതങ്ങളല്ല. ഇറ്റ് ഈസ് സംതിങ് അൺസീൻ. സാത്താൻ അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും മദ്യപിക്കുക, കലഹമുണ്ടാക്കുക, തമ്മിലടിപ്പിക്കുക, ഇതെല്ലാം ചെയ്യുന്ന ഒരു അദൃശ്യ ലോകത്തിലെ ശക്തി. അതിനെ നിങ്ങൾ ഭയപ്പെടരുത്, അതിനെ ജയിച്ചിരിക്കുക ഞാൻ. അതാ യേശു പറഞ്ഞ, ലോകത്തിൽ അനേക ചലഞ്ചസ് ഉണ്ട്, ട്രിബുലേഷൻ, പക്ഷേ ധൈര്യത്തോടെ ഇരിക്കും, ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കും. ആൻഡ് വി ആർ വിന്നിങ് വിത്ത് ഹിം. സോ ഈ അറിവ് നമ്മളിൽ സമാധാനം കൊണ്ടുവരും, ധൈര്യം കൊണ്ടുവരും. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു എന്താണോ ഭൂമിയിൽ ചെയ്തത്, ദാറ്റ് വർക്ക് ഈസ് കണ്ടിന്യൂഡ് ബൈ ദ ചർച്ച്, ദാറ്റ് ഈസ് യു ആൻഡ് മീ. നിങ്ങളും ഞാനുമാ ആ പ്രവൃത്തി യേശു ക്രിസ്തുവിന് പകരമായി ഇവിടെ നിന്നുകൊണ്ട് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാശത്തിൽ പോകുന്നവരെ കൈക്ക് പിടിച്ച് വെളിയിൽ കൊണ്ടുവരിക. മദ്യപാനത്തിലും ഡൈവോഴ്സിൻ്റെ വക്കിലും രോഗത്തിലും ആയിരിക്കുന്നവരെ കൈക്ക് പിടിച്ച് ലെറ്റ് us ഹെൽപ്പ് ദെം ഔട്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പറയുമ്പോൾ നടക്കും. അതാ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതിൻ്റെ പൗലോസ് പറഞ്ഞു വരിക, ആൻഡ് ഹിം വി പ്രീച്ച്, വാർണിംഗ് എവ്രി മാൻ, ടീച്ചിങ് മാൻ ഇൻ ഓൾ വിസ്ഡം. ജ്ഞാനത്തിൽ ഏത് ജ്ഞാനമായത്? ഈ ജ്ഞാനം ഉയരത്തിലെ ജ്ഞാനമാണ്, ഭൂമിയിലെ ജ്ഞാനമല്ല. ഭൂമിയിലെ ജ്ഞാനം നമുക്ക് വിദ്യാഭ്യാസം പഠിക്കുന്ന കോളേജിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകൾ, ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. എന്നാൽ ഈ ജ്ഞാനം, ഇവിടെ എഴുതിയിരിക്കുന്ന ജ്ഞാനം ആ ജ്ഞാനമല്ല, ഇത് ഉയരത്തിൽ നിന്നും. അതാണ് 12-ാം വാക്യം, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സെയിൻസ് ഇൻ ദ ലൈറ്റ്. വിശുദ്ധന്മാരിൽ വെളിച്ചത്തിലുള്ള കൂട്ടായ്മ. വെളിച്ചം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോളജ്, ജ്ഞാനം മറിഞ്ഞിരുന്ന ജ്ഞാനമാണ്. എന്നാൽ ക്രിസ്തു യേശു വന്നപ്പോൾ, വെളിച്ചം വന്നപ്പോൾ, നൗ ഐ നോ. ഇന്നലെ വരെ എന്നെ ഇത് പറയാം അത് പറയാം, അയ്യോ എന്നൊക്കെ, പക്ഷെ ഇന്ന് പറയുമ്പം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എനിക്കറിയാം, എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ള ഏതിനേക്കാളും വലുതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ, നമുക്കറിയാം ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ദിസ് വിസ്ഡം മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം, വൈരാഗ്യം ഇതൊന്നും വെക്കത്തില്ല. എൻ്റെ കാരണം എന്താ? നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാടുണ്ട്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല പദ്ധതി. ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പം യഥാർത്ഥ ജീവൻ തുടങ്ങാൻ പോകുക എന്നുള്ള ഉറപ്പുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഓരോന്നും നിത്യതയുടെ നിക്ഷേപമാണെന്നുള്ള വെളിച്ചം. അതുകൊണ്ടാണ് നമ്മൾ കയ്പ്, വിദ്വേഷം, പക, ഒരു ചെറിയ കാര്യത്തിന് വഴക്ക് ഒന്നിനും പോകത്തില്ല. ഇതൊരു യാത്രയാണ്. ഐ എം എ പിൽഗ്രിം. ഞാനൊരു പരിദേശിയായിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുക. എനിക്ക് ആരോടും കയ്പും വൈരാഗ്യം ഒന്നുമില്ല. എൻ്റെ യഥാർത്ഥ ഭവനം യേശു എനിക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അവിടത്തേക്കാണ് എൻ്റെ നോട്ടം. ആ നോട്ടത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എന്നാൽ ആ യാത്രയിൽ ഇവിടെ ജീവിക്കാൻ ഞാൻ മറക്കത്തില്ല. അതാ വിശ്വാസത്തിൻ്റെ പൊരുതി, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഐ വിൽ കോൺകർ എവറിഥിങ്.
ഐ വിൽ ഓവർകം എവറിത്തിങ്. പക്ഷേ എൻ്റെ നിത്യതയുടെ കാഴ്ചപ്പാട് പോകത്തില്ല. അതാ വെളിച്ചത്തിൽ വിശുദ്ധന്മാരുടെ അവകാശം എന്ന് പറയുന്നത്. വിശുദ്ധന്മാർക്ക് ലഭിച്ച ആ വെളിച്ചം, ദാറ്റ് വിസ്ഡം. അതാ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പറയാം, ജീസസ് ഈസ് അവർ വിസ്ഡം. യേശു ആ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം. യേശുവിനോട് ഒരിക്കൽ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ഐ എം ഫ്രം അബവ്, യു ആർ ഫ്രം ബിനീത്ത്. നിനക്കിത് മനസ്സിലാകത്തില്ല, എൻ്റെ കാരണം ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പിടികിട്ടാത്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ എൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന വിസ്ഡം ഇസ് ഫ്രം അബവ്. അതേ ജ്ഞാനമാണ്. അതാ 1 യോഹന്നാൻ 4:4 പറയുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്നും ജനിച്ചവൻ, ദൈവത്തിൻ്റെ ജ്ഞാനം. ആ ജ്ഞാനത്തിൽ കഴിയുന്നവന് എന്താ സത്യം അറിയാവുന്നത്? ദാറ്റ് ഹീ ഹാസ് ഡെലിവേർഡ് അസ്. വിടുവിച്ചിരിക്കുക. എവിടുന്നാണ് വിടുവിച്ചിരിക്കുന്നത്? ഫ്രം ദ പവർ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് കൺവേഡ് അസ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ദ സൺ ഓഫ് ഹിസ് ലവ്. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഇനി വിടുതൽ ശുശ്രൂഷ, ഡെലിവറൻസ് സെഷൻ, വിടുതൽ ശുശ്രൂഷ നടക്കാൻ പോവുക. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് എന്തിനാണ് വിടുതൽ? വിടുതലിൻ്റെ അർത്ഥം എന്താ? വിടുതലിൻ്റെ അർത്ഥം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ക്രിസ്തു മുഖാന്തരം എൻ്റെ സ്വന്തം പിതാവായി തീർന്നു. ഞാനിനി അന്യനും പരദേശിയുമല്ല, ദൈവത്തിൻ്റെ ഗൃഹക്കാരനാണ്. ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ, ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടായ്മ, പാർട്ടേക്കർ, അതാ ഞാൻ. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാ എന്ന് വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ഇത്. പൗലോസിനെ ആ പാമ്പ് കടിക്കുമ്പോൾ അയ്യോ എല്ലാവരും പ്രാർത്ഥിക്കണേ കുഴപ്പമാവുകയെ എന്നല്ല, വിഷകരമായ യാതൊന്നും കുടിച്ചാൽ ഹാനി വരുത്തില്ലെന്ന് പറഞ്ഞ ആ അറിവ് പൗലോസ് ചെയ്തത് ആ പാമ്പിനെ കൊട്ടഞ്ഞ് കളഞ്ഞു. നോ, ദിസ് ഇസ് നോട്ട് ഫോർ മീ. ഓസ്ട്രേലിയയിൽ 4th സ്റ്റേജ് 2nd ഗ്രേഡ് ക്യാൻസർ ഉള്ള ഒരു സഹോദരൻ നമ്മുടെ ചർച്ചിൽ വന്ന സമയത്ത് ക്യാൻസറായിരുന്നു. അദ്ദേഹം വളരെ വീക്കാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണ്? തങ്കുബ്രദറിൻ്റെ അടുക്കൽ അന്ന് വന്നപ്പോൾ തങ്കുബ്രദർ ചോദിച്ചു, നിങ്ങളുടെ പേരിലല്ലാത്ത ഒരു രജിസ്റ്റർ കത്ത് വന്നാൽ ഒപ്പിട്ടെടുക്കുമോ? അദ്ദേഹം പറഞ്ഞു എടുക്കത്തില്ല. എന്നാൽ ഇതും എടുക്കണ്ട, ക്യാൻസർ നിങ്ങൾക്കുള്ളതല്ല. ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. ഫോൺ ചെയ്തു, തങ്കുബ്രദറെ പ്രാർത്ഥിക്കണം. തങ്കുബ്രദർ വീണ്ടും ഇതാ ആവർത്തിച്ച് പറഞ്ഞേ, നിങ്ങളുടെ പേരിലല്ലാത്ത രജിസ്റ്റർ കത്ത് നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? ക്യാൻസർ നിങ്ങൾക്കുള്ളതാണോ? അല്ല. പിന്നെ എന്തിനാണ് എടുക്കുന്നത്? വിട്ടേ അതിനെ. ആ ഒരു വാക്കിൽ പിടിച്ചു, ഇതെനിക്കുള്ളതല്ല, ഞാൻ മരിക്കത്തില്ല. 118-ാം സങ്കീർത്തനം 17-ാം വാക്യം, ഞാൻ മരിക്കത്തില്ല, ജീവനോട് കൂടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ദിസ് ഇസ് നോട്ട് ഫോർ മീ. ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ഇന്ന് ഓസ്ട്രേലിയയിൽ മെൽബേണിൽ നമ്മുടെ ശുശ്രൂഷയുടെ മുൻനിലയിൽ നിൽക്കുന്ന ഒരു സഹോദരനാണ്. പ്രിയമുള്ളവരെ, സകല നിറവിനാൽ നമ്മളെ നിറച്ചു കഴിഞ്ഞിരിക്കുക. വി ആർ ദ ഫുൾനെസ്. അതാ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:9-10 പറയുന്നത്, അവൻ്റെ നിറവിനാൽ വി ആർ പെർഫെക്റ്റ്. ഇനി ഒന്നും ചെയ്യാനില്ല. തിരിച്ചറിഞ്ഞ് എല്ലാം എൻ്റെ കാൽച്ചോട്ടിലെന്ന് ഉറപ്പോടെ, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചത് നടന്നില്ല, ക്ഷമയോടെ അത് മാറും, വേരോടെ കർത്താവ് മാറ്റുക എന്ന് ഉറപ്പോടെ നടന്നാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. Let us go forth in faith and be violent. പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ട ഓരോരുത്തരും കർത്താവെ, അവർ ആ ശൈശവ പ്രായത്തിൽ നിന്നും കുറച്ചുകൂടെ വളർന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് അധികാരമുണ്ട്, നിറവുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ സാഹചര്യം എൻ്റെ കാൽച്ചോട്ടിലാണെന്നുള്ള ഉറപ്പോടെ എല്ലാം ദുഷ്ടൻ്റെ ചിന്തകൾ കൊടഞ്ഞു കളയട്ടെ, രോഗങ്ങൾ കൊടഞ്ഞു കളയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വാതിലുകളോട് തുറക്കാൻ കൽപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ഭയത്തെയും ആ അനിശ്ചിതത്തെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ അവിശ്വാസത്തെ ശാസിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരം നീട്ടണം. അത്ഭുതകരമായി കർത്താവ് ഈ വിഷയത്തിൽ നിന്ന് വിടുവിക്കണം.
കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. ജയത്തിൻ്റെ സാക്ഷ്യങ്ങൾ കർത്താവെ അടിയങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒന്ന് പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കാൽച്ചോട്ടിലാണ്. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാ സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കാൽച്ചോട്ടിലാണ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണും വരെയും കർത്താവിൻ്റെ കരുണയിൽ നമ്മളെ പൊതിയപ്പെടട്ടെ. 2016 യേശുവോട് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയം ഡിസംബർ 31 വൈകിട്ട് 6 മണിക്ക്. പുതുവത്സര സന്ദേശം, അദ്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശുവോട് TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ 2015 നവംബർ 20 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10 സെയിന്റ് ആന്റണീസ് ബിൽഡിംഗ്, പെട്രോൾ പമ്പിന് സമീപം.